നമ്മുടെ മാർക്കോ മൂവിയുടെ ആ സിംഗിൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ ഡാബ്സിനെ മാറ്റി വേറൊരാളെ കൊണ്ട് പാടിപ്പിച്ചു എന്നുള്ള സ്കീം വന്ന സമയത്ത്, സന്തോഷ് വെങ്കി പാടിയ സമയത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാബ്സിനെ എന്ത് ചെയ്തിട്ടില്ല, ഈ സിനിമയിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ പാട്ടെടുത്ത് തൂക്കി കളയാനോ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, ഡാബ്സി ഈസ് സ്റ്റിൽ ദെയർ. പക്ഷെ അവർ വെങ്കീൻ്റെ വേറൊരു വേർഷൻ റിലീസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡാബ്സി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡാബ്സിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിനകത്ത് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ഡാബ്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡാബ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ പ്രതീക്ഷിച്ച് കാണും. സോ ആ ടൈമിലാണ് ഡാബ്സി ചെയ്തിട്ടുള്ളത്. കേൾക്കാം. ഹലോ ഗൈസ്, ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചേക്കാം. വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്ന് എയറിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയണം. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിൻ്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിൻ്റെ പോരായികകൾ തീർക്കൽ ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ല എന്ന് പറയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, ഇതിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി. ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും. See you guys, thank you so much for the support. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് ഡാബ്സിയുടെ ഒരു എക്സ്പ്ലനേഷൻ. പൈസ കിട്ടി, കുഴപ്പമില്ല, പാട്ട് ഞാൻ പാടി എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും നമ്മുടെ ഒരു പാട്ടിൽ നിന്ന് നമ്മളെ മാറ്റി പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു സിംഗർ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തൊരു വർക്ക് ആളുകൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുന്നത് നല്ലതാണ്. അത് ഡാബ്സി ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത് ആളുകൾക്ക് ഇഷ്ടമല്ലാതെ പോയത് എന്നുള്ളത്. നമുക്ക് കോൺഫിഡൻസ് നല്ലതാണ്. ചില സമയത്ത് നമുക്ക് തോന്നും ഞാൻ അടിപൊളിയായിട്ട് പാടിയതാണ് അല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തതാണ്, പക്ഷേ നാട്ടുകാർക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമില്ല എന്നുള്ളത് ചിലപ്പോൾ തോന്നാം. പക്ഷെ അങ്ങനെയല്ല, അതൊന്ന് ഓഡിറ്റ് ചെയ്യുന്നത് നല്ല. കാരണം കൂടുതൽ ആൾക്കാരും അതിൻ്റെ വോക്കലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഡാബ്സിയുടെ ശബ്ദം അതിന് സൂട്ടാവില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് ഒരു വർക്ക് വരുമ്പോൾ അതിൻ്റെ സോങ് കമ്പോസിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാട്ട് പാടിയതിന് ശേഷം അത് ഓക്കെ ആണല്ലോ, നമ്മളൊരു സെൽഫ് ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണല്ലോ. കാശ് മേടിച്ച് ഞാൻ ചെയ്തിട്ട് പോയി എന്നുള്ള സ്കീമിനോട് അതങ്ങനെയല്ല. പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. സോ അതൊരു സെൽഫ് ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡാബ്സി ഇതിൽ പറഞ്ഞു വെക്കുന്നതിൽ ഒരു കാര്യം വെരി ക്ലിയർ ആണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിൻ്റെ പണിയാണ് പാട്ട് നന്നാക്കുക എന്നുള്ളത്. എൻ്റെ പണി പാട്ട് പാടിയിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പാടി വെച്ച സാധനം, എനിക്ക് കാശ് തന്ന് എന്നെ കൊണ്ടുവന്ന് പാടിച്ച സാധനം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയാളുടെ കാര്യമെന്ന് പറയുമ്പോൾ ആ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു പക്ഷേ ഈ വോക്കൽ ചൂസ് ചെയ്ത് തെറ്റുപറ്റി എന്നുള്ളതായിരിക്കാം മേ ബി ഡാബ്സി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡാബ്സിക്ക് ഇമ്പാക്റ്റ് ആവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഡാബ്സിക്ക് ഇമ്പാക്റ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഡാബ്സിയുടെ കരിയറിനകത്ത് ഇനി എത്ര മുന്നോട്ട് പോയാലും ആളുകൾ എന്ത് പറയും, പണ്ട് ഉണ്ണിമൂന്നിൻ്റെ സിനിമയിൽ വരെ മാറ്റി പഠിപ്പിച്ച് വേറെ ആളെ കൊടുത്ത് പഠിപ്പിച്ചില്ല എന്നുള്ള പറയൂടെ. പിന്നെ ഇത് റിപ്പീറ്റഡ്ലി വരാതിരിക്കാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. പിന്നെ എനിക്കിത് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എവിടേക്കോ ഇതൊരു പ്രമോഷനാണോ എന്നുള്ളൊരു ഫീലിംഗ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡാബ്സിയുടെ ഈ വോയിസിനകത്ത് എനിക്ക് കാശ് കിട്ടി, ഞാൻ ചെയ്തു, ആ സ്കീം മേ ബി പറയാൻ പറ്റില്ല. നാളെ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി മാർക്കോ കാണുന്ന സമയത്ത് മാർക്കോയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഡാബ്സിയുടെ ഒരു കിടിലം വേറെ സോങ് ഉണ്ടെങ്കിലും, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ സിനിമയുടെ ടീം വന്നിട്ട് പറയും ഞങ്ങൾ ഡാബ്സിയെ കൈവിട്ടില്ല, കണ്ടോ അന്ന് ഡാബ്സിയുടെ എല്ലാവരും മാറ്റാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഡാബ്സി വേറൊരു തീപ്പൊരി ഐറ്റം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇത് സിനിമയാണ്, പ്രൊമോഷനാണ് ഇവിടുത്തെ മെയിൻ കളികൾ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും സന്തോഷ് വെങ്കി പാടിയ ആ ഒരു എന്താ പറയുക, മാർക്കോലെ ഫസ്റ്റ് ബ്ലഡ്
ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ കുറേ പേര് ഡാബ്സി പാടിയതിനോടും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡാബ്സിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഐ ആം ബിയോണ്ട് ത്രിൽ ടു അനൗൺസ് ദാറ്റ് ഡാബ്സി ഈസ് ഒഫീഷ്യലി എ പാർട്ട് ഓഫ് ദി ഇൻക്രെഡിബിൾ ജേർണി ദാറ്റ് ഈസ് ദ മാർക്കോ മൂവി എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് എനിക്കൊരു ഇന്നർ മീനിങ് അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് സ്റ്റിൽ ഡാബ്സി ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് ടീം എന്നാണ്. അപ്പം മേ ബി നമുക്ക് ഡാബ്സിയുടെ ഒരു പാട്ട് ഇനിയും സിനിമയിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ റിപ്പോർട്ടറിൽ കണ്ടിട്ടുള്ളൊരു ന്യൂസാണ്. ഞാൻ ഡാബ്സിക്ക് പകരമല്ല, ഈ വേർഷൻ ഉപയോഗിക്കുമെന്ന് അറിയില്ലായിരുന്നു. മാർക്കോ വിവാദത്തിൽ KGF ഗായകൻ. ഇതാണ് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞത്. അതായത് സന്തോഷ് വെങ്കി എന്ന് പറഞ്ഞ വ്യക്തിയെ കന്നഡയിൽ ഡബ് ചെയ്ത് പാടാൻ വേണ്ടിയിട്ട്, കന്നഡ സോങ് ആ സിനിമയിലെ മാർക്കോലെ കന്നഡ വേർഷൻ പാടാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക, വിളിച്ചിട്ടുണ്ടാവുക. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ നടക്കുന്നൊരു കാര്യം പറയാം. പാട്ടുകാർ വന്ന് ഒരു സോങ് ട്രാക്ക് എഴുതി അതിൻ്റെ വോക്കൽ കൊടുക്കുന്ന സമയത്ത് 2-3 ആളെ കൊണ്ടൊക്കെ പാടിപ്പിക്കുന്ന അല്ലെങ്കിൽ പാടിപ്പിച്ച് നോക്കുന്നൊരു കാര്യം ഇവിടെ നടക്കാറുണ്ട്. അത് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയും. ഇപ്പോൾ ഒരു പാട്ട് വരുന്നു, അതിൽ ഇന്ന സിംഗറിനെ വിളിക്കാമെന്ന് പറയുന്നു, അങ്ങനെ 2-3 ഒരു ഓപ്ഷൻ വെക്കും. ആ 2-3 ആളുകൾക്കും എന്ത് ചെയ്ത് കൊടുക്കും, ഇത് അയച്ചു കൊടുക്കും. ജസ്റ്റ് റഫായിട്ട് അവരെ കൊണ്ട് പാടിപ്പിക്കും, അല്ലെങ്കിൽ 2-3 പേരെ കൊണ്ട് പാടി എടുത്തു വെപ്പിക്കും. ഏതാണ് വർക്കാവുകയെന്ന് അറിയില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇതിൽ ഏതാണ് ഓളം വരിക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പൊതുവെ മ്യൂസിക്കിൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചതെന്നുള്ളതിൽ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഡാബ്സി പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്ന് പാടി എനിക്ക് കാശ് കിട്ടി, ഇനി അത് അവർക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ കാശ് മേടിച്ച് ചെയ്തൊരു വർക്കാണ്, ഇനി ആ വർക്ക് എന്ത് ചെയ്യുക എന്നുള്ളത്, ആ വർക്ക് ഞാൻ അവർക്ക് കൊടുത്തതാണ്, അവരുടെ വർക്കാണത്. അതേപോലെ തന്നെയാണ് സന്തോഷ് വെങ്കിയുടെ കേസും. ഡാബ്സിക്ക് ഞാൻ അന്നും പറഞ്ഞു, ഡാബ്സിക്ക് പകരക്കാരനല്ല സന്തോഷ് വെങ്കി. സന്തോഷ് വെങ്കിയുടെ സോങ് ഈസ് ലൈക്ക് ആ വോയിസ് സാധനം എ ഡിഫറെൻറ്റ് തിങ്. ഡാബ്സിയുടെ നിങ്ങൾ നോക്കിയോ, ഡാബ്സിയുടെ പാട്ട് അവർ റിമൂവ് ചെയ്തിട്ടില്ല, ഡാബ്സിയെ മാറ്റി. അല്ലെങ്കിൽ ഡാബ്സിയുടെ പാട്ടും ഉണ്ട്, സന്തോഷ് വെങ്കിയുടെ വേർഷനും ഉണ്ട്. ഇത് രണ്ടും അങ്ങനെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ പലരും പറയുന്ന പോലെ ഡാബ്സിയെ മാറ്റി, മാർക്കോയിൽ നിന്ന് നോക്കി എറിഞ്ഞു, അങ്ങനെ പറയുന്നവരോട് അങ്ങനെ എറിഞ്ഞിട്ടില്ല. ഡാബ്സിയുടെ വേർഷൻ ഈസ് ദെയർ, സന്തോഷ് വെങ്കിയുടെ വേർഷൻ ഈസ് ദെയർ. ഓക്കെ, സ്റ്റിൽ അവൈലബിൾ ആണ് രണ്ടും. ഓക്കെ, ഇനി തിയേറ്ററിൽ ഏത് വേർഷനുള്ളത് നമുക്കറിയില്ല. ഡാബ്സിയുടെ വയ്ക്കോ സന്തോഷ് വെങ്കിയുടെ വയ്ക്കോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതൊരു ഡാബ്സിക്ക് വേറെ പാട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വലിയ പിടുത്തമില്ല. എന്താണെങ്കിലും ഇത്രേ പറയാനുള്ളൂ. ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ആ ഒരൊറ്റ വർക്ക് വെച്ചിട്ട് ഒരാളെ ഞാൻ കുറേ കാണുന്നുണ്ട്. ഡാബ്സി മറ്റേ അന്ന് മായാനദി പാടിയതിൻ്റെ റീലിനടിയിലൊക്കെ അതൊക്കെ അയച്ചിരുന്നു. ഇവൻ അതും കൊളാക്കി, ബാക്കിൽ ഓട്ടോ ട്രാക്ക് ഇട്ട് പാടുന്നു. അവരോടൊക്കെ സ്റ്റിൽ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും എടുത്ത് നോക്കിയോ, സ്പോട്ടിഫൈയിലോ കല്യാണ വീട്ടിലോ DJ പാർട്ടിക്കോ നാട്ടിലെ എവിടെ ചെറിയ കുട്ടികളടക്കം ഇലിമിനാൻറ്റി മുതൽ എങ്ങോട്ട് എല്ലാ സാധനങ്ങളും ഡാബ്സിൻ്റെ ഹിറ്റുകൾ തന്നെയല്ലേ. അയാൾ തന്നെയല്ലേ പാടിയേ. ചില ജോണറിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ എന്ന് തോന്നുമായിരിക്കും. ഓക്കെ, പക്ഷെ അത് വിചാരിച്ചിട്ട് അയാൾ പറ്റ മോശമാണ്, ഓട്ടോ ട്യൂണിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ ട്യൂണൊക്കെ എത്ര കാലങ്ങളായിട്ട് ആരൊക്കെയോ ചെയ്യുന്നുണ്ടേ. ഇപ്പോഴാണ് നമ്മൾ ഈ WWF വരെ സ്ക്രിപ്റ്റ് ചെയ്ത് അടി ശബ്ദം വരെ അവർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫേക്ക് ചെയ്ത് കാണിച്ചിട്ട് അത് വിശ്വസിച്ച് പോയുള്ള നാട്ടുകാരാണ് നമ്മൾ. അപ്പം അത്രയും അങ്ങനെ പറ്റിക്കലൊക്കെ മലയാളികൾ കുറേ, അല്ലെങ്കിൽ ലോക ജനങ്ങൾ കുറേ കാലമായിട്ട് കാണുകയാണ്. ഓക്കെ, പറ്റിപ്പാണോ ചോദിച്ചാൽ ആണ്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയട്ടെ, നമ്മളെന്തിനാണ് പോകുന്നത്, അവിടെ പോകണം, എൻജോയ് ചെയ്യണം, പോരണം, ഇത്രയല്ലല്ലോ പരിപാടി. അത് വിചാരിച്ചിട്ട് ഇയാളെ ഇങ്ങോട്ട് എവിടെയോ ഡാബ്സിയോട് ഭയങ്കര ഒരു ഹെയ്റ്റ് കൂടി ഡാബ്സിനെ പറ്റങ്ങോട്ട് അടിച്ചമർത്തി ഡാബ്സിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു സംഗതികളൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കേസിലൊക്കെ അത്രയും ഹെയ്റ്റാണ് ഡാബ്സിക്ക് കൊടുത്തിട്ടുള്ളത്. ഐ ഡോണ്ട് നോ വൈ. ലൈക്ക് ഇനിയും വരും, ഇനി നല്ല നല്ല പാട്ടുകളും നല്ല നല്ല ട്രാക്കും വരും. ഓക്കെ, ഈ ഒരൊറ്റ മാർക്കോയിൽ നിന്ന് മാർക്കൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആൻഡ് ഇപ്പോൾ ഇതാണ് ഈ കേട്ടതാണ് ഡാബ്സിൻ്റെ വേർഷൻ. ഫൈൻ, എന്തായാലും ആ വിവാദം അങ്ങോട്ട് തീർന്നിട്ട്